ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് വേൾഡ്. ഞാനിന്ന് നിങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിലായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ബോട്ടിൽ ഇതാണ്. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നില്ല, നമുക്ക് കളറും വേണ്ട. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ ഈ വീഡിയോയിൽ അറിയാതെ ഒരു ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വന്നിട്ടുണ്ട്, ഒരു ബ്രഷ്. അതറിയാതെ വന്നതാണ് കേട്ടോ, അത് നിങ്ങൾ ക്ഷമിച്ചേക്കണേ. ഓക്കെ, അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വേസ്റ്റ് ക്ലോത്താണ്. ഈ വേസ്റ്റ് ക്ലോത്തിൽ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഇങ്ങനെ ഡിസൈനുള്ള വേസ്റ്റ് ക്ലോത്ത് എടുക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഡിസൈൻ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. അത് നിങ്ങൾക്ക് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലോ ഒരു സ്ക്വയർ ഷേപ്പിലോ എന്തെങ്കിലും ഒരു ഡോട്ട്സ് പോലെയൊക്കെ നിങ്ങൾക്ക് വെട്ടിയെടുത്ത് നിങ്ങൾക്ക് ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ ഫ്ലവേഴ്സൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ഇതിൽ പല തരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ഉള്ള ഒരു ക്ലോത്ത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നല്ല കുറച്ചും കൂടി ഒരു കളറുള്ള ക്ലോത്ത് എടുക്കുക. ഒരു ഫ്ലവേഴ്സിൻ്റെ ഒക്കെ കളറുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും നല്ലൊരു ബ്രൈറ്റായിട്ട് കളറ് ഉള്ള ഒരു ക്ലോത്ത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ടോ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്ലവർ വരയ്ക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സർക്കിളായിട്ട് റൗണ്ടിലോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിലോ ഒരു പൊട്ട് പോലെയൊക്കെ ഡോട്ട്സ് പോലെയൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. ഇത് എല്ലാവർക്കും ചെയ്യാം. എത്ര വരയ്ക്കാൻ അറിയാത്തവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്ലവേഴ്സാണല്ലേ. അപ്പോൾ ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം, ബോട്ടിൽ ഒട്ടിച്ചെടുക്കണം. ഞാൻ ഒട്ടിച്ചെടുക്കുന്നത് 2 തരത്തിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഫ്ലവേഴ്സ് നമ്മൾ ഒട്ടിക്കുന്നത് ബോട്ടിലിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ്. ഓക്കെ, ഫ്രണ്ട് പോർഷനിൽ നമ്മൾ സാധാരണ നമുക്കറിയാം നമ്മളൊരു ഗമ്മ് തേക്കുന്നത് അതിൻ്റെ ഒരു ബ്രൈറ്റ് അല്ലാത്തൊരു സൈഡിലാണല്ലോ. അപ്പോൾ അങ്ങനെ തേച്ചിട്ട് നമ്മളിതാ ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. അത് ഡയറക്റ്റ് നമ്മൾ ബോട്ടിലിൻ്റെ നടുഭാഗത്തല്ല, നമ്മളൊരു സൈഡ് വശത്തേക്കായിട്ടാണ് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. അതേപോലെ 2 ഫ്ലവേഴ്സ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുക. ഇനി മറ്റേ വശത്തും ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ബോട്ടിലിൻ്റെ ഫ്രണ്ട് ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ ഫ്ലവേഴ്സ് ഒട്ടിക്കണം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ബാക്ക് വശത്ത് ഒട്ടിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് നമ്മൾ നല്ല വശത്താണ്, അതായത് കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഭാഗത്താണ് നമ്മൾ ഗമ്മ് തേക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഇതേപോലെ ഒട്ടിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് വശത്തുള്ള ആ ഒരു ഫ്ലവറിൻ്റെ വ്യൂ നമുക്ക് ഫ്രണ്ട് വശത്തേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതേപോലെ നമ്മൾ ഫ്ലവേഴ്സ് ഒട്ടിക്കുക. ബ്രൈറ്റായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, ബ്രൈറ്റായിട്ടുള്ള വശത്താണ് കേട്ടോ നമ്മൾ ഗമ്മ് തേക്കുന്നത്. അതിൻ്റെ നല്ല വശത്താണ് ഗമ്മ് തേക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ശരിയായിട്ടുണ്ട് കേട്ടോ, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, നമ്മൾ ആ ബാക്കിൽ ഒട്ടിച്ചിട്ടുള്ള ആ ഫ്ലവേഴ്സിൻ്റെ ആ ഫ്ലവറിൻ്റെ ഒക്കെ ഒരു വ്യൂ നമുക്ക് ഫ്രണ്ടിലേക്ക് കിട്ടുന്നത് കണ്ടില്ലേ. പരിപാടി കൂടിയുണ്ട്. നമ്മൾ ആ ഒരു ഫ്ലവറും കൂടി എടുത്തിട്ട് നമ്മളിത് അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ആ ഒരു ബോട്ടിലിൻ്റെ ടോപ്പ് വശത്തും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നും കൂടി രസമായിരിക്കും കാണാനായിട്ട്.
ക്ലോത്ത് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. ഇതാ നോക്കുക നമ്മുടെ ബോട്ടിൽ ആർട്ട്. വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇതേപോലെ നിങ്ങൾക്ക് ഏത് ബോട്ടിലും അതെ ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. കുറച്ച് ക്ലിയർ ആയിട്ടുള്ള ബോട്ടിലാണല്ലോ ഇതിന് നന്നാവുക. അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്ത് നോക്കണം. ഇനിയാണ് അടുത്ത മാജിക്ക്. നമ്മളിതിൽ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ആ ബാക്കിൽ ഒട്ടിച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഒന്നും കൂടി ഒരു ലെൻസിൽ കൂടി നോക്കുന്ന ആ ഒരു ഫീൽഡ് നമുക്ക് കിട്ടും. ആ ഒരു കാഴ്ചയിൽ ഒരു വ്യൂവിൽ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോട്ടിൽ നിങ്ങൾക്ക് മണി പ്ലാന്റ് നടാം. ഇതേപോലെ നിങ്ങൾക്ക് ഒരു ബാമ്പു എന്ത് വേണമെങ്കിലും നടാം കേട്ടോ. ഒരു ബാമ്പുവിൻ്റെ ചെടിയാണ് ഞാൻ നട്ടിട്ടുള്ളത്. വെള്ളത്തിൽ വളരുന്നത് തന്നെയാണ്. ഓക്കെ, കൂടുതലായിട്ട് ഇത് വിൻഡോ സൈഡിൽ വയ്ക്കുന്നതായിരിക്കും ഭംഗി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.